പ്രശസ്ത വോളിബോൾ താരം ഉദയകുമാർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. രാവിലെ രാജ്ഭവനിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു അന്ത്യം. രാജ്ഭവനിൽ അഡീഷണൽ ഡെപ്യൂട്ടി കമാൻഡന്റായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. മൃതദേഹം ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മാരാരിക്കുളത്ത് സംസ്കരിക്കും. രാഷ്ട്രീയ, സാമൂഹ്യ, കായിക രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു വരികയാണ്. ഇന്ത്യൻ വോളിബോളിന്റെ സുവർണകാലമായിരുന്നു 80കൾ. ജിമ്മി ജോർജിനൊപ്പം കോർട്ടുകളിൽ സ്മാഷുകൾ പായിച്ചുകൊണ്ട് ഏവരെയും അമ്പരപ്പിച്ച കായിക പ്രതിഭയായിരുന്നു ഉദയകുമാർ. ആലപ്പുഴ സ്വദേശിയായ ഉദയകുമാർ സ്വന്തം നാടായ മാരാരിക്കുളത്തെ വോളിബോൾ കോർട്ടുകളിൽ നിന്നാണ് കായിക ലോകത്തെത്തിയത്. 76-ൽ മഹാരാഷ്ട്രയിൽ നടന്ന റൂറൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഉദയകുമാർ അതോടെ കായിക ലോകത്തിന്റെ നെറുകയിലെത്തി. 1978-ൽ കേരള വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റനായി. തുടർന്ന് ഇന്ത്യൻ വോളിബോൾ ടീമിലെത്തി. സോളിൽ 1980-ൽ നടന്ന ജൂനിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. ഇന്ത്യക്ക് വെങ്കലം ലഭിച്ച ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനമായിരുന്നു ഉദയകുമാറിൻ്റേത്. 1980-ൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് ഉദയകുമാർ ഇറങ്ങിയപ്പോൾ കേരളം ഒന്നടങ്കെ അഭിമാനം കൊണ്ടു. 1982-ലും 86-ലും ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. 1989-ൽ സാഫ് ഗെയിംസിൽ രാജ്യം വെങ്കലവും 1991-ൽ സ്വർണവും നേടി. അന്ന് ഇന്ത്യൻ ടീമിന് കരുത്തായത് ഉദയകുമാർ എന്ന പ്രതിഭ. രാജ്യത്തിന് നൽകിയ സംഭാവന പരിഗണിച്ച് 1991-ൽ അർജുന പുരസ്കാരം നൽകി ആദരിച്ചു. പിന്നീട് കേരള വോളിബോൾ ടീമിന്റെ പരിശീലകനായി. ഒടുവിൽ രാജ്ഭവനിൽ അഡീഷണൽ ഡെപ്യൂട്ടി കമാൻഡന്റായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. വോളിബോൾ കോർട്ടുകളിൽ മാജിക് സ്മാഷുകൾ പായിച്ചിരുന്ന താരം ഇനി ഓർമ്മ.